സമരത്തോടൊപ്പം നിന്നു, ഞങ്ങളുടെ കണ്ണുനീരിൽ പങ്കുചേർന്നു. ഞങ്ങൾ നിരാഹാരം കിടന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്നു അവർ. ഞങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കണ്ണിടയ്ക്കാതെ കാവലിരുന്നു. ഈ കേരളത്തിന്റെ പൊതുസമൂഹം അത് മറക്കില്ലൊരിക്കലും. അങ്ങനെ വാക്കു തന്ന ഒരു മുഖ്യമന്ത്രി കയറി മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് വേതനം വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങൾ ആഘോഷിക്കും. ഞങ്ങൾ ആഘോഷിക്കാൻ അർഹതപ്പെട്ടവരാണ്. ഞങ്ങളുടെ നന്ദിയും സന്തോഷവും ഏറ്റുവാങ്ങുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അർഹതപ്പെട്ടവനാണ്. അതായിരിക്കണം മുഖ്യമന്ത്രി. ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്ന, അവന് പ്രതീക്ഷ നൽകുന്നവനായിരിക്കണം നാടിനെ ഭരിക്കുന്നത്. അതല്ലാതെ ശത്രുക്കളെ പോലെ മനുഷ്യ വോട്ട് ചെയ്ത് നികുതി കൊടുക്കുന്ന മുഴുവൻ മനുഷ്യരെയും ശത്രുക്കളെ പോലെ കണ്ടിട്ട് പെരുമാറുന്നവരായിരിക്കരുത്. അങ്ങനെ പെരുമാറിയാൽ ഇപ്പൊ ഇരിക്കുന്നത് പോലെ വീട്ടിലിരിക്കേണ്ടി വരും. അതാണ് എല്ലാ രാഷ്ട്രീയക്കാർക്കുമുള്ള പാഠം. അത് തിരിച്ചറിയണം എല്ലാ രാഷ്ട്രീയക്കാരും. തിരിച്ചറിയണം. ജനഹിതത്തെ മറന്നുകൊണ്ട്, ജനാഭിപ്രായത്തെ മാനിക്കാതെ പുല്ലുവിലക്കെടുത്തുകൊണ്ട്, അഹങ്കാരവും ധാർഷ്ട്യവും ഹുങ്കും കൊണ്ട് അധികാരം നടത്താമെന്ന് വിചാരിക്കരുത്. അധികാരത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുന്ന ഒരു ദിനം വരും. ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ വന്നിരിക്കുകയാണ്, ശ്രീ പ്രേംകുമാർ. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന്റെ ഫിലിം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും എങ്ങനെയാണ് അദ്ദേഹത്തെ നീക്കം ചെയ്തത്? ഇവിടെ കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് ഒരു മാമാങ്കം നടത്തുന്നതിന് വേണ്ടി ആലോചനാ യോഗം വെച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാശ്രയരായ കുറച്ച് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്, അവരുടെ കാര്യമൊന്ന് ഗൗനിക്കണ്ടേ എന്ന് അതിനുള്ളിൽ നടത്തിയ ഒരു ചർച്ചയിൽ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ആ മനുഷ്യൻ പിറ്റേന്ന് അറിയുകയാണ്, അദ്ദേഹത്തോട് പറഞ്ഞതുപോലെയില്ല, സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ എത്ര ആളുകൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. പക്ഷെ